أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Good morning to all. Today, International Anti-Drugs Day. International Anti-Drugs Day observed annually on 26th June since 1989. It is the day to spread the awareness against drug abuse. Here, I am so glad to start this auspicious occasion by heartily welcoming everybody. As a part of this day, we have some guests here. First, let me welcome our chief guest, Mr. Sajish Kumar sir, for the inaugural speech. He is the excise officer at Kundangalam. Then I would like to welcome our manager R.M. Bashir sir for the presidential address. I would like to welcome our beloved principal Beena Unni ma'am for the pledge. Then I heartily welcome Mrs. Ashwati ma'am for the awareness speech and Jismi ma'am for the vote of thanks. Finally, I would like to welcome all my colleagues and my dear students and parents to this program. Thank you so much. Stay safe at home. Have a nice day. ഏവർക്കും നമസ്കാരം. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം. കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ ദിനാചരണം വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണ്. ഇതിന് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കിടയിൽ ഒട്ടേറെ മത്സര പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. വളരെ ആവേശപൂർവ്വം വിദ്യാർത്ഥികൾ പങ്കെടുക്കുകയും നല്ല സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. നാളത്തെ പൗരന്മാരായ നമ്മുടെ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമപ്പെടുന്നത് അനുവദിച്ചുകൂടാ എന്ന മുഖ്യ പ്രമേയവുമായി കൊണ്ടാണ് ഈ വർഷം കോൺകോഡിലെ വിദ്യാർത്ഥികൾ ഓൺലൈനായി സമൂഹത്തെ ലഹരിയുടെ തിന്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ സ്കൂളിലെ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എൻ്റെ നമസ്കാരം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി എന്ന വൻ വിപത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന 1957 മുതൽ ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ലഹരി മരുന്നുകളുടെ കെണിയിൽ പലപ്പോഴും അകപ്പെടുന്നത് കുട്ടികളാണ്. ജീവിതം തന്നെ വഴിതെറ്റിക്കുന്ന ലഹരികളെക്കുറിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അറിവില്ലെന്നാണ് വാസ്തവം. കേവലം ഒരു കൗതുകത്തിന് വേണ്ടി പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീയേക്കാൾ വേഗത്തിൽ വളർന്ന് സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ്. മയക്കുമരുന്ന്, പുകയില, ലഹരി വസ്തുക്കൾ എന്നിവ കുട്ടികൾക്കിടയിൽ വളരെ വ്യാപകമാകുകയാണ്. ഇതിനെതിരെ രക്ഷിതാക്കളും അധ്യാപകരും ജാഗ്രത പുലർത്തണം.
ലഹരി എന്ന വൻകെണിയിൽ അകപ്പെടാതിരിക്കാൻ കുട്ടികളെ ബോധവൽക്കരിക്കണം. കുട്ടികളെ മാത്രമല്ല രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളുടെ മുൻപിലുള്ള ലഹരി ഉപയോഗം രക്ഷിതാക്കൾ നിർത്തണം. മയക്കുമരുന്ന് ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് നൽകണം. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ നാളത്തെ പൗരന്മാരാണ്. ലഹരി എന്ന വൻ വിപത്തിൽ വീഴാതെ നിങ്ങൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം. ഓരോ ദിവസവും കൂടി വരുന്ന അക്രമങ്ങൾക്ക് പിന്നിൽ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗമാണ്. ലഹരിക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് കോൺകോഡ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലഹരി വിരുദ്ധ ദിനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. Respected manager, dear teachers and my dear students, good morning to each and everyone. Today, all over the country celebrating Anti-Drug Day. Our school also a part of this celebration. Education department sent a pledge to our school to recite for you. I am cordially inviting all of you to this pledge. Attention! Pledge. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എൻ്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കീപ് യുവർ ഹാൻഡ്സ് ഡൗൺ. താങ്ക് യു. Hi everyone. Today June 26th, World Anti-Drugs Day. Each year, individuals like yourself, each organizations and committees making different kinds of awareness programs. Its determination is to strengthen the action and cooperation to achieve the goal international society free from drug abuses. It has been noted that 268 millions of people in the world are addicted to drugs. As we know, the drugs are of two types: legal drugs and illegal drugs. The legal drugs are basically medicines that we are using to cure some health problems or diseases. But the second one, the illegal drugs, are using to get an intoxication or to drink. So our younger ones are using the illegal drugs and they are attracted to these type of drugs, and our drug sellers are targeting to our younger ones. What happens when a person consuming illegal drugs? Definitely it will cause some bad effects both physically and mentally. The particular person will lose his appetite, then sleeplessness, sluggishness, slurred speech, and that person cannot do any activities because he may lose the coordination of his body, and his brain capacity reduces, increasing his heartbeat and resulting into cardiovascular problems and liver diseases, etc. This person may have anger, anxiousness and hallucination, and at last they may enter in a depressive mood. So my dears, say no to drugs and prevent our younger ones and adults experimenting or experiencing such type of drugs. Collect the data regarding drug abuses and save our life. Remember that the drugs that make our life attractive at the first time, but at last we are going to miss our precious life. So be a warrior and raise voice against the drug abuses. Thank you. കോൺകോഡ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടികൾക്കും അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ലഹരി വിരുദ്ധ ദിനം നാം ആചരിക്കുകയാണ്.
ഒരുപാട് ദിനങ്ങൾ നമ്മൾ ആചരിക്കുന്നുണ്ട്. എങ്കിലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ഇതാ ഒരു ദിനം കൂടി, ലഹരി വിരുദ്ധ ദിനം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കണം. ജീവിതത്തിൽ സ്വാസ്ഥ്യം നൽകാത്ത, മനുഷ്യനെ മുന്നോട്ട് നയിക്കാത്ത ഒരു ലഹരിക്കും താൻ ജീവിതത്തിൽ അടിമപ്പെടുകയില്ല എന്ന ഒരു ദൃഢനിശ്ചയവും ദൃഢവ്രതവും എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 5 മിനിറ്റ് ഇന്ത്യയുടെ ഭരണാധികാരം എനിക്ക് നൽകുകയാണെങ്കിൽ ഒരു നഷ്ടപരിഹാരവും കൊടുക്കാതെ ഇന്ത്യയിലെ മുഴുവൻ മദ്യശാലകളും അടച്ചു പൂട്ടും എന്നുള്ളതാണ്. ഇപ്പം മദ്യത്തിൻ്റെ വിപത്തിനെ പറ്റി ഇത്രയധികം ചിന്തിച്ച ഒരു നേതാവ് നമ്മൾക്കില്ല. ഇന്ന് വിദ്യാലയത്തേക്കാൾ അല്ലെങ്കിൽ ആരാധനാലയത്തേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് മദ്യാലയങ്ങൾക്കാണ്. അതെന്തുമാകട്ടെ, മദ്യം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അത് നമ്മുടെ വിവേകം ഇല്ലാതാക്കും, നമ്മുടെ ചിന്തയെ ശിഥിലീകരിക്കും, നല്ല മനുഷ്യനാവുന്നതിൽ നിന്ന് നമ്മളെ തടുക്കും. അതുകൊണ്ട് പ്രിയ മക്കൾ, മദ്യത്തെയും മറ്റു മയക്കുമരുന്നുകളെയും സൂക്ഷിക്കുക. അതിൽ നിന്ന് ഏതൊരു കാരണം കൊണ്ടായാലും ശരി, എത്ര തന്നെ ആസക്തി ഉണ്ടായാലും ശരി, അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്. ഒരിക്കലും ജീവിതത്തിൽ ഒരു തമാശയ്ക്ക് പോലും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല എന്ന് നിങ്ങളോട് തന്നെ പ്രതിജ്ഞ ചെയ്യുക. മദ്യത്തെപ്പറ്റി കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു നാടൻ പാട്ട് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി പെണ്ണ്, എള്ളോളം പള്ളേ ചെന്നാൽ തള്ളേനേം തല്ലാൻ തോന്നും. കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടി പെണ്ണ്, എള്ളോളം പള്ളേ ചെന്നാ തള്ളേനേം തല്ലാൻ തോന്നും. തള്ളേനെ തല്ലിയ പിന്നെ തന്തേനേം തല്ലാൻ തോന്നും. തള്ളേനെ തല്ലിയ പിന്നെ തന്തേനേം തല്ലാൻ തോന്നും. തന്തേനെ തല്ലിയ പിന്നെ തന്നെയും കൊല്ലാൻ തോന്നും. തന്തേനെ തല്ലിയ പിന്നെ തന്നെയും കൊല്ലാൻ തോന്നും. തന്നെയും കൊല്ലാൻ വേണ്ടി പിന്നെയും മോന്താൻ തോന്നും. തന്നെയും കൊല്ലാൻ വേണ്ടി പിന്നെയും മോന്താൻ തോന്നും. പിന്നെയും മോന്തിയ പിന്നെ തലകുത്തി നിൽക്കാൻ തോന്നും. പിന്നെയും മോന്തിയ പിന്നെ ഭൂലോകം തരികിടതൈതൈ. പിന്നെയും മോന്തിയ പിന്നെ ഭൂലോകം തരികിടതൈതൈ. ഈ പാട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കാം. അതുകൊണ്ട് മദ്യം, അതുപോലെ തന്നെ മറ്റു മയക്കുമരുന്നുകൾ ജീവിതത്തിൽ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കേൾക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് നല്ലത്. ഈ സമൂഹത്തിനും ഈ ലോകത്തിനും അത് നല്ലതാണ്. ഈ ലഹരികൾ നിങ്ങളെ എവിടെയും കൊണ്ടെത്തിക്കില്ല. കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തിൻ്റെ സുസ്ഥിരതയെയും അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഈ വിഷം നമ്മൾക്ക് വേണ്ട എന്ന് തിരിച്ചറിയുക. എല്ലാവർക്കും മദ്യവിരുദ്ധ ദിനാശംസകൾ നേരുന്നു. നിങ്ങൾ കരുതലോടെ ഇരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
A very warm and a pleasant good morning to all. Myself, Fida Nasrin of 10th A. On this anti-drugs day, I am standing in front of you to talk about the topic abuse of drugs in students. That is what the most appropriate to discuss on this day. Drugs, as we all know, an illegal matter which some people smoke, inject, eat or drink. For the mental and physical effect that it leaves. There are several students who consume drug out of fun or unfair expectation. The people who dealing the selling of drugs are actually creating a network and mainly targeting the students. To get involved in this network, they consume drugs for students free. Gradually they get addicted to it. Lack of emotional support and disorder in their families make them vulnerable and increase their dependency on drugs. Many of them use this drug in order to calm their state of mental agitation. If students fail to realize that the consumption of drug has severe impact in their physical and mental health, such as experience mental disorder, intelligence level decrease, and deadly disease too. When one completely succumbs to the temptation of drug, it is very difficult to him or her to recover from its impact unless or until the society comes, such as drugs rehabilitation center gain a new life. In fact, there are cases even the drug rehabilitation center fails due to the worst condition of the patient. Therefore, students, we must refrain ourselves completely from the usage of drugs before it destroys our health, future and take away our life. Don't try to touch or come close to it. Drugs can even destroy a complete generation. So, think wise and act smart. Shape your future with full of achievements and brilliance. Let me conclude my words by saying one and only thing, that is, drug abuse should be an absolute no for all. Save our youth. We students are the future of our country. So completely stay away from its use. That's all. Thank you. Have a nice day. മനസ്സരസിന് വന്ദനം. നാളെയുടെ പൂപ്പലരി ആസ്വദിക്കാൻ നാം ഇന്നു കരുതലായി വസിച്ചിടണം. കഥയല്ല കഥനത്തിൽ കാവലാളാം കനികൂറും അമ്മ തൻ സരീതമിത്രേ. പ്രിയ കൂട്ടുകാരെ, നാളെയുടെ പൂപ്പലരിയെ പുൽക്കുവാൻ വെമ്പുന്ന എന്റെ സതീർത്ഥരെ, ഇന്ന് ജൂൺ 26 ലോകമെമ്പാടും ലഹരി വിരുദ്ധ ദിനം ആചരിക്കുന്ന ഈ വേളയിൽ ഈ കൊച്ചു കഥ, ലഹരി എന്ന മാരക രൂപത്തിനാൽ ഹനിക്കപ്പെട്ട ഒരു കുടുംബത്തിന്റെ കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. എന്റെ കഥയുടെ പേര് ലഹരി തകർത്ത ജീവിതം. അനുമോൻ, അതായിരുന്നു അമ്മ ആ മകന് നൽകിയ ഓമനപ്പേർ. ധനികരായ മാതാപിതാക്കൾ അവരുടെ ഒരേയൊരു മകനായിരുന്നു അവൻ. അല്ലലറിയാത്ത ജീവിതം കൊതിച്ചതെന്തും മുന്നിലെത്തുമായിരുന്നു. അനുമോൻ വളർന്നതിനോടൊപ്പം അവന്റെ ധൂർത്തും പിടിവാശികളും വളർന്നു. ആടിത്തിമർത്തുകൊണ്ട് ആസ്വദിച്ചു ജീവിത സൗഖ്യങ്ങളാകുവോളം ദിനരാത്രമേറെ കഴിഞ്ഞ പാടെ ദൂർത്തനാം പുത്രൻ വളർന്നു മേൽമേൽ. ലാളിച്ചു വളർത്തിയ മകൻ കൈവിട്ടു പോകുന്നതും പല പല ലഹരികൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നതും ആ മാതാപിതാക്കൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. പഠന കാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞതും പല രാത്രികളിൽ വീട്ടിൽ വരാഞ്ഞതും ആ അമ്മയെ വളരെയധികം വേദനിപ്പിച്ചു. ലഹരികൾ മധുരം പകരും നിശകളിൽ, വീതികൾ പലതും മായും മിഴികളിൽ തണയാക്കിളി പാറി നടന്നു പല പല വിഹ്യല ശരണികൾ അനുദിനം. അനുമോനും കൂട്ടുകാരും പല ദിവസങ്ങളിലും കോളേജിൽ പോകാറില്ലത്രേ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ വിദ്യാർത്ഥി മദ്യശാലകളിലും വഴിയരികിലും മറ്റും ലഹരി വിൽപ്പന കേന്ദ്രങ്ങളിലും ചേക്കേറി. ഊട്ടിയുറക്കിയ കുഞ്ഞു പൈതൽ ഊഴിയിൽ വേറിട്ടു ചലിച്ചിടുമ്പോൾ ഊണിൽ ഉറക്കമില്ല പോലും ഊഷ്മള സ്നേഹത്തിൻ ജഗത്ത്. ആ മാതാപിതാക്കൾ മകനെ കുറിച്ച് ഓർത്ത് വിലപിക്കാത്ത നാളുകളിലോ വിദേശിക്കാമെന്ന് വെച്ച സ്വബന്ധത്തോടെ അവൻ വീട്ടിലെത്താറില്ല. തന്റെ മകനെ പഴയ ജീവിതത്തിലേക്ക് മടക്കിത്തരണമേ എന്ന് അവർ മനമുരുകി പ്രാർത്ഥിച്ചു. എന്നാൽ ഏറെ നാൾ വൈകിയാണ് അവർ ആ സത്യം മനസ്സിലാക്കിയത്. അമിതമായ മദ്യത്തിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗം അനുമാന്റെ കാഴ്ചശക്തി കവർന്നെടുത്തിരിക്കുന്നു. നൂതന വൈദ്യങ്ങളേറെയുണ്ടെങ്കിലും മുഖമായി മാറിയ ജീവിത കാഴ്ചയെ പരിഹരിച്ചിടുവാനായില്ല ഈശ്വരം പ്രശ്നമായി ശേഷിച്ച മോഹഭംഗങ്ങളെ. കൂട്ടുകാരെ,
ഇന്ന് ഈ ലഹരി വിരുദ്ധ ദിനത്തിൽ ഞാൻ കാണുന്ന കാഴ്ച പൂർണ്ണമായും അന്ധനായി തീർന്നാനും മോനെ ഊട്ടിയുറക്കുന്ന അമ്മയാണ്. ഏതൊരു നേത്രവും മീറനാക്കും, ഏറിയ വേദന മാത്രമാകും. അണ പൊട്ടി ചൊരിയുന്നൊരശ്രുവീനെ അമ്പരം കൊണ്ടമ്മ നീക്കിടുന്നു. ഇത് പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ ആ മകനിലും എനിക്ക് കാണാം. എങ്കിലും ഏറെ വൈകിപ്പോയിരിക്കുന്നു. മനസ്സിന്റെ അന്ധത, സമ്പത്തിന്റെ ദൂർത്ത് അവനെ അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഈ ദൃശ്യം, ഈ മാതാപിതാക്കളുടെ വിലാപം എല്ലാം നമ്മോട് പറയുന്നത് ഇതാണ്. മനുഷ്യ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നമ്മെ സർവനാശത്തിലേക്കായിരിക്കും നയിക്കുക. അതിനാൽ നമുക്ക് പ്രതിജ്ഞ എടുക്കാം, ലഹരി വേണ്ടേ വേണ്ട. സുഹൃത്തെ, നമ്മൾ മദ്യപാനത്തിലും പുകവലിയിലും ഒന്നും നമ്മൾ അടിമപ്പെടരുത്. ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ആൻഡ് കോസസ് ഇഞ്ചറീസ് ടു ഹെൽത്ത്. മദ്യപാനം പുകവലിയും ആരോഗ്യത്തിന് ഹാനികരം. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് വേണ്ട. ലഹരിക്കടിമപ്പെടുന്ന പൊന്മക്കളെ, അമ്മയ്ക്കും ഒരുപാട് പറയാനുണ്ട്. ലഹരിക്കടിമപ്പെടുന്ന പൊന്മക്കളെ, അമ്മയ്ക്കും ഒരുപാട് പറയാനുണ്ട്. ജീവിതം വെച്ചുള്ള കളിയാണ് മക്കളെ മദ്യപാനം, അമിത മദ്യപാനം. ജീവിതം വെച്ചുള്ള കളിയാണ് മക്കളെ മദ്യപാനം, അമിത മദ്യപാനം. പുകവലിക്കാരുടെ ശ്വാസത്തിലെന്നും കാർമേഘമായെന്നും കൂടെയുണ്ട്. പുകവലിക്കാരുടെ ശ്വാസത്തിലെന്നും കാർമേഘമായെന്നും കൂടെയുണ്ട്. മരണത്തെ മാടി വിളിക്കുന്നു കാർമേഘം, അറിയുന്നുണ്ടോ മക്കൾ, അറിയുന്നുണ്ടോ? മരണത്തെ മാടി വിളിക്കുന്നു കാർമേഘം, അറിയുന്നുണ്ടോ മക്കൾ, അറിയുന്നുണ്ടോ? പെറ്റമ്മയെ ദുഷിപ്പിക്കുന്ന മദ്യമേ, നിനക്കു ഭൂമിയിൽ സ്ഥാനമില്ല. പെറ്റമ്മയെ ദുഷിപ്പിക്കുന്ന മദ്യമേ, നിനക്കു ഭൂമിയിൽ സ്ഥാനമില്ല. നിനക്കു ഭൂമിയിൽ സ്ഥാനമില്ല. Honorable Chief Guest, respected Manager, Principal, teachers, most valued parents, and my dear students, a warm good morning to one and all. Myself, Jismi, Science Club member of Concord English Medium Higher Secondary School, Chiramanengal. Today, June 26th.
the International Day Against Drug Abuse and Illicit Trafficking. This day is used as a day to stimulate a sense of responsibility among the people around the world, especially youngsters and teenagers. I hope now all of you understand the necessity to eradicating the drug abuse from our society. Today, I take this opportunity to put all my gratitude into words on behalf of this institution. It is our proud privilege to have such an eminent personality, Mr. Sajish Kumar T.A. Kunnangulam, arranged Excise Inspector, as a chief guest. We express our sincere thanks to our Honorable Chief Guest Sajish Sir for being with us and for an inspiring speech. Thank you very much, sir. Then our heartfelt thanks goes to our respected manager, Mr. R.M. Bashir sir, for his presidential address. He is a personality always guides and motivates us to adopt new thoughts. Thank you very much, sir. Then we thank to our beloved principal Beena ma'am for her pledge and always being with us. A great source of inspiration. Thank you very much, ma'am. Then our special thanks goes to Kavya ma'am for welcome speech and Ashwini ma'am for her awareness speech. Thank you all. We know success of any great event is not possible without dedication and hard work of faculty members. So let me thank the incessant help and support of all the teachers. Thank you very much. Last but not least, I extend my sincere gratitude to our most valued parents and to beloved children. You are the pillars of our strength. Thank you very much. Once again, thank you all.